നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇക്വിലിബ്രിയം ഇൻ കെമിക്കൽ പ്രോസസ്സ്. ഒരു കെമിക്കൽ പ്രോസസ്സ് നടക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്? നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ ധാരാളം റിയാക്ഷൻസ് കാണുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്ന റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O. റിയാക്ഷൻ കൺസിഡർ ചെയ്താൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, നമ്മൾ ടെമ്പറേച്ചർ ഫിക്സ് ചെയ്ത് നിർത്തിയിട്ടാണ്, നമ്മൾ കണ്ടീഷൻസ് ഒക്കെ ഫിക്സ് ചെയ്ത് നിർത്തി നമ്മൾ റിയാക്ഷൻ നടത്തുകയാണ്. വാട്ടർ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ 2H2 പ്ലസ് O2 ഗീവ്സ് H2O. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് റിയാക്ഷൻ മാത്രമേ നടക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ മുൻപോട്ട് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നു. ആ സെയിം കണ്ടീഷനിൽ തന്നെ വാട്ടർ മോളിക്യൂളിന് തിരിച്ച് ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ആകാനുള്ള കപ്പാസിറ്റി ഇല്ല, ആ കഴിവില്ല. അങ്ങനെ ഒരു കഴിവ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ റിയാക്ഷൻ ഒരേ സമയം തന്നെ ഫോർവേഡ് മുൻപോട്ട് നടന്നേനെ, അല്ലെങ്കിൽ അതേ സെയിം കണ്ടീഷനിൽ തന്നെ ബാക്ക്വേഡും നടന്നേനെ. അങ്ങനെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷനും സൈമിൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ ആ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്നതാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വിളിക്കും. സോ ദ റിയാക്ഷൻ വിച്ച് ഒക്കർ ബോത്ത് ഇൻ ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ഡയറക്ഷൻ ആർ കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. അതിനൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഹെയ്ബർ പ്രോസസ്സ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഹെയ്ബർ പ്രോസസ്സ് അമോണിയയുടെ പ്രൊഡക്ഷനാണ്. അവിടെ എന്താ നടക്കുന്നത്? N2 പ്ലസ് 3H2 ഗീവ്സ് 2NH3. നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ആ കണ്ടീഷനിൽ, ആ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടീഷനിൽ ഫോർവേഡ് റിയാക്ഷനും നടക്കുന്നുണ്ട്. അമോണിയയുടെ പ്രൊഡക്ഷനാണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് ബാക്ക്വേഡ് റിയാക്ഷൻ അതെന്താണ്? അമോണിയയുടെ ഡീകമ്പോസിഷനാണ്. NH3 എന്ന് പറയുന്നത് ഡീകമ്പോസ് ചെയ്ത് നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറുന്നു. അപ്പോൾ ആ സെയിം കണ്ടീഷനിൽ തന്നെ ഫോർവേഡ് റിയാക്ഷനും നടക്കുന്നുണ്ട്, ബാക്ക്വേഡ് റിയാക്ഷനും നടക്കുന്നുണ്ട്. അപ്പോൾ അമോണിയയുടെ പ്രൊഡക്ഷൻ ഹെയ്ബർ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഒരു ഫിക്സ്ഡ് കണ്ടീഷൻസിൽ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നതിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ആ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷനും ഒരേ റേറ്റിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ പറയും അവിടെ കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് പറയും. കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിയുമ്പം അവിടെ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് സെയിം എന്നല്ല നമ്മൾ പറഞ്ഞത്, അത് കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറഞ്ഞത്. റിയാക്ടിവിറ്റി കൂടിയ റിയാക്റ്റൻറ്റുകളാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ റിയാക്റ്റൻ്റ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാകാം. വൺസ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് എന്തുമാത്രം റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയി അവരുടെ രണ്ടുപേരുടെയും ആ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പിന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് സെയിം ആകണമെന്നില്ല. അറ്റ് ഇക്വിലിബ്രിയം ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേഡ് റിയാക്ഷൻ. കെമിക്കൽ ഇക്വിലിബ്രിയവും ഡൈനാമിക് ആണ്. എന്തുകൊണ്ടാണ് ഡൈനാമിക് എന്ന് പറയാൻ കാരണം? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ എന്ത് നടക്കുന്നുണ്ട്? ആ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അവിടെ ഒബ്സർവബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫോർവേഡ് റിയാക്ഷനും നടക്കുന്നുണ്ട്, ബാക്ക്വേഡ് റിയാക്ഷനും അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് chemical equilibrium is also dynamic in nature. So consider this general equation. A plus B gives C plus D. ഇവിടെ ഈ ഇക്വേഷനിൽ നമുക്ക് നോക്കിയാൽ എയും ബിയും റിയാക്ട് ചെയ്ത് സിയും ഡിയും ഫോം ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഈ നടുക്കിട്ടിരിക്കുന്ന ഈ ആരോ മാർക്ക് അത് ഡബിൾ ഹെഡഡ് ആരോ മാർക്ക് ആയിട്ടിരിക്കുന്നത് രണ്ട് സൈഡിലേക്കും ഉണ്ട്. അതിനർത്ഥം എന്താണ്? ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. ഫോർവേഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എയും ബിയും റിയാക്ട് ചെയ്ത് സിയും ഡിയും ഫോം ചെയ്യുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ സിയും ഡിയും റിയാക്ട് ചെയ്ത് എയും ബിയുമായിട്ട് മാറുന്നുണ്ട്. സോ ദിസ് റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിലാണ് നമ്മൾ ഈ ഡബിൾ ഹെഡഡ് ആരോ മാർക്ക് ഇട്ട് കൊടുക്കുക. ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം എയും ബിയും എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്റ്റൻറ്റുകളാണ്. അപ്പോൾ ഇനീഷ്യലി റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ റിയാക്റ്റൻറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, അത് പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടില്ല. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റിയാക്റ്റൻറ്റുകൾ തമ്മിൽ റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്
ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് കുറയും. സോ ഇനീഷ്യലി ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടുതലാണ്, ബിക്കോസ് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ് അവിടെ കൂടുതൽ. അപ്പോൾ ആ ടൈമിൽ പ്രോഡക്റ്റിൻ്റെ അളവ് കുറവാണ്, കോൺസെൻട്രേഷൻ കുറവായതുകൊണ്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ബട്ട് ആഫ്റ്റർ സം ടൈം പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കൂടി വരും, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. സോ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരുമ്പം ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. ആഫ്റ്റർ സം ടൈം ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും എങ്ങനെയാവും? ഈക്വൽ ആകും. സോ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആയാൽ നമ്മൾ പറയും അവർ കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് നമ്മൾ പറയും. ഇവിടെ കാണിച്ചിരിക്കുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഇവിടെ എക്സ് ആക്സിസിൽ ടൈമും അതുപോലെ തന്നെ വൈ ആക്സിസിൽ കോൺസെൻട്രേഷനുമാണ് എടുത്തിരിക്കുന്നത്, റിയാക്റ്റൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇനീഷ്യലി റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പം എന്താ ഇവിടെ നടക്കുന്നത്? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കുറഞ്ഞു വരും അല്ലേ? ആ ടൈമിൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ നോക്കിക്കേ, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കൂടി വരും. അപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പം എന്താ ഇവിടെ നടക്കുക? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആകും. പിന്നെ അതിൻ്റെ കോൺസെൻട്രേഷന് യാതൊരുവിധ ചേഞ്ചും വരില്ല, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകും. അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും ഒരു പർട്ടിക്കുലർ ടൈം എത്തിക്കഴിയുമ്പോൾ. അങ്ങനെ രണ്ട് പേരുടെ കോൺസെൻട്രേഷനും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് പറയും? ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് നമ്മൾ പറയും. വെൻ ദ ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഒബ്റ്റെയിൻ അറ്റ് ഈക്വൽ റേറ്റ്. ഒരേ റേറ്റിൽ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുമ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു എങ്ങനെയായിരിക്കും? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു അല്ലേ? ആ സിസ്റ്റം അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. So next we can consider a general equation, that is a plus b gives c plus d. ഈ ഒരു ജനറൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. സോ അറ്റ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അറ്റ് ദാറ്റ് ഇക്വിലിബ്രിയം മിക്സ്ചർ, ആ ഇക്വിലിബ്രിയം മിക്സ്ചറിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെയും റിയാക്റ്റൻറ്റിൻ്റെയും കോൺസെൻട്രേഷനെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ഈസ് പ്രപ്പോസ്ഡ് ബൈ ടു നോർവേയൻ സയൻറ്റിസ്റ്റ് ആൻഡ് ദേ ആർ കാറ്റോ മാക്സിമിലിയൻ ഗുൾബർഗ് ആൻഡ് പീറ്റർ വേഗ് ഇൻ 1864. സോ എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി എന്ന് പറയുന്ന ആ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. നമ്മൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിയുമ്പം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും? ദ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയുന്നതും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ രണ്ട് കോൺസ്റ്റന്റ് വാല്യൂസ് അവരുടെ നമ്മൾ റേഷ്യോ എടുത്താൽ അതിൻ്റെ വാല്യൂ എങ്ങനെ തന്നെയായിരിക്കും? അതൊരു കോൺസ്റ്റന്റ് വാല്യൂ തന്നെയായിരിക്കും. ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് വാല്യൂ ഈസ് കോൾഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി. സോ കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ആൻഡ് ദ എക്സ്പ്രഷൻ ഓൺ ദ റൈറ്റ് സൈഡ് ഈസ് കോൾഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ. In this equilibrium equation, Kc is the equilibrium constant and molar concentration of C into molar concentration of D divided by molar concentration of A into molar concentration of B. This is the equilibrium constant expression. Here the concentration is expressed in molarity and the unit of molarity is mole per liter or mole liter raised to -1. So let us consider another equation where the stoichiometric coefficients are also given. That is A moles of A plus B moles of B gives C moles of C plus D moles of D.
ഇപ്പോൾ ഒരു ജനറൽ ഇക്വേഷൻ, ഈ ജനറൽ ഇക്വേഷനിൽ എന്താണ് പ്രത്യേകത? അവിടെ നമ്മൾ അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹെയ്ബർ പ്രോസസ്സിൽ അമോണിയയുടെ റിയാക്ഷൻ, അമോണിയയുടെ പ്രൊഡക്ഷൻ നോക്കിയാൽ എങ്ങനെയാണ് റിയാക്ഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത്? N2 plus 3H2 gives 2NH3. ഈ റിയാക്ഷനിൽ ഇതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റുകൾ ഏതാണ്? റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ അതിൽ ഈ നൈട്രജൻ്റെ ഫ്രണ്ടിൽ ഇവിടെ നമ്മൾ ഒന്നുമില്ല, ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? 1 എന്നാണ് അർത്ഥം. ഇപ്പം നൈട്രജൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയുണ്ട് അതാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. സോ റിയാക്റ്റൻറ്റ് നൈട്രജനും ഹൈഡ്രജനുമാണ്, അതാണ് നമ്മുടെ ഇവിടുത്തെ എയും ബിയും റിയാക്റ്റൻറ്റ്. ആ നൈട്രജൻ്റെയും ഹൈഡ്രജനും എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് അതാണ് ഇവിടുത്തെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻസ് ആയ എയും ബിയും ആയിട്ട് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റും കൂടെ ഉൾപ്പെടുത്തിയ ഈ ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് Kc ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് C റേസ് ടു C ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് D റേസ് ടു D ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു A ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു B. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ നമ്മൾ എന്തും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? റേസ് ടു ദ പവർ. എന്താ അവിടെ പവറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ്, അല്ലെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റും കൂടെ നമ്മൾ ആ ഇക്വേഷനിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. സോ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻസ് ഓഫ് ദി റിയാക്ഷൻ പ്രോഡക്ട്സ് raised to the respective stoichiometric coefficients in a balanced chemical equation divided by the product of concentrations of the reactants raised to their individual stoichiometric coefficients has a constant value, and this is called a law of chemical equilibrium. അപ്പോൾ എന്താണ് law of chemical equilibrium പറയുന്നത്? at a given temperature, ഒരു ടെമ്പറേച്ചറിൽ the product of concentrations of the product, പ്രോഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ raised to some power, അല്ലേ? സിയും ഡിയും ആണ് നമ്മുടെ പ്രോഡക്റ്റുകളെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ raised to the stoichiometric coefficients, അതിനെയാണ് നമ്മൾ പവറായിട്ട് എഴുതുന്നത്. ഡിവൈഡഡ് ബൈ ദി പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻസ് ഓഫ് ദി റിയാക്റ്റൻസ്, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി raised to some power. അതാണ് നമ്മൾ സ്മോൾ ലെറ്റർ എയും ബിയും ആയിട്ട് നമ്മൾ എഴുതുന്നത്. അതാണ് നമ്മുടെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റുകൾ എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് കോൺസ്റ്റൻ്റ് ഈസ് കോൾഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ്. ഓക്കെ, അപ്പോൾ തിരിച്ച് നമ്മൾ നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷനിലേക്ക് നോക്കിയാൽ ഹിയർ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു ദ പവർ സി ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A raised to A into molar concentration of B raised to B. ഇതെന്താണ്? ഇതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് ദിസ് കോൺസ്റ്റൻ്റ് ഈസ് കോൾഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് Kc. ഇത് കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്ന ലോയാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കുക. 4NH3 പ്ലസ് 5O2 gives 4NO പ്ലസ് 6H2O. അപ്പോൾ ഈ ഇക്വിലിബ്രിയം, ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതേണ്ടത്? കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ്. പിന്നെ എന്ത് വേണം? റേസ് ടു സം പവർ. അവരിൽ പ്രോഡക്റ്റിൻ്റെ സൈഡിലും റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലുമുള്ള നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റും കൂടെ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റും റിയാക്റ്റൻ്റൊക്കെ ആരാണ്? ഇവിടുത്തെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് അമോണിയ NH3 ആൻഡ് ഓക്സിജൻ ആണ് ഇവിടുത്തെ റിയാക്റ്റൻറ്റുകൾ. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് NO ആൻഡ് H2O ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. സോ എങ്ങനെ നമുക്ക് എഴുതാം? Kc ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്, അല്ലേ? സോ ഹിയർ NO ആൻഡ് H2O ആണ് ഇവിടുത്തെ പ്രോഡക്റ്റുകൾ. സോ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO
റേസ്ഡ് ടു സം പവർ. ഇവിടെ എന്താ നമ്മൾ പവർ ആയിട്ട് എഴുതുക? ഇവിടെ NOയുടെ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് എത്രയാണ്, അതാണ് നമ്മളിവിടെ പവർ ആയിട്ട് എഴുതുന്നത്. എത്രയത്? അത് 4 ആണ്. സോ ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO raised to 4 into molar concentration of H2O raised to power, that is 6, divided by the molar concentration of the reactant. ഇനി നമ്മൾ റിയാക്റ്റൻറ്റുകൾ എഴുതും. So molar concentration of NH3 raised to some power, that is 4, into molar concentration of O2 raised to 5. And this is the equilibrium constant for this reversible equation. So consider another reversible reaction, that is H2 plus I2 gives 2HI. ഇവിടെ എങ്ങനെയാണ് equilibrium constant നമ്മൾ എഴുതുക? Kc is equal to molar concentration of HI raised to power. എത്ര ഇവിടെ പവർ ആയിട്ട് വരിക? പ്രോഡക്റ്റിൻ്റെ സൈഡിൽ എത്ര മോൾ HI ഹൈഡ്രജൻ അയഡൈഡ് ഫോം ചെയ്തിട്ടുണ്ട്, അതാണ് അവിടുത്തെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ്. അതിനെയാണ് നമ്മളവിടെ പവർ ആയിട്ട് എഴുതുക. ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്, ദാറ്റ് ഈസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് I2. ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റുകൾ രണ്ടിടത്തും 1 ആയതുകൊണ്ടാണ് നമ്മളിവിടെ പവർ ഒന്നും എഴുതാത്തത്. സോ ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ. സോ കൺസിഡർ ദ ബാക്ക്വേർഡ് റിയാക്ഷൻ. നമ്മൾ തൊട്ട് മുൻപേ കണ്ട ഹൈഡ്രജനും അയഡിനും കൂടെ ചേർന്ന് ഹൈഡ്രജൻ അയഡൈഡ് ഫോം ചെയ്യുന്ന സെയിം റിയാക്ഷൻ, അതിൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 2HI gives H2 plus I2. ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ എഴുതാൻ പറ്റുന്നത്? K' C is equal to molar concentration of H2 into molar concentration of I2 divided by molar concentration of HI raised to some power which is 2. ഇത് റിയാക്ഷൻ എന്ത് ചെയ്തു? നമ്മൾ റിവേഴ്സ് ചെയ്തു. റിയാക്ഷൻ റിവേഴ്സ് ചെയ്തപ്പം പ്രോഡക്റ്റുകൾ റിയാക്റ്റൻറ്റുകളായി, റിയാക്റ്റൻറ്റുകൾ എന്തായിട്ട് മാറി? പ്രോഡക്റ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ നമ്മൾ K' C എന്നാണ് നമ്മൾ എഴുതിയത്. സെയിം മാഗ്നിറ്റ്യൂഡ് അല്ല ഇവിടെ എന്തിന് വരുന്നത്? ഒരു റിയാക്ഷൻ റിവേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞ് രണ്ടിനും ഒരേ വാല്യൂ അല്ല ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിന്. അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഹിയർ Kc, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc is equal to 1 by K' C ആണ്. ദാറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് Kc ആണ് K' C എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് equilibrium constant for the reverse reaction is the inverse of the equilibrium constant of the reaction in the forward direction. ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കുന്ന റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഇൻവേഴ്സ് ആണ് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ നടക്കുന്ന റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്ത് നോക്കാം. So the following concentrations were obtained for the formation of NH3 from N2 and H2 at equilibrium at 500 Kelvin. Here the molar concentration of N2 is equal to 1.5 into 10 raised to minus 2 molar, and molar concentration of H2 is equal to 3.0 into 10 raised to minus 2 molar, and the molar concentration of ammonia is equal to 1.2 into 10 raised to minus 2 molar. കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ ആദ്യം വേണ്ടത്? ആ റിവേഴ്സിബിൾ റിയാക്ഷൻ എഴുതണം. ഇനി ഇവിടെ റിവേഴ്സിബിൾ റിയാക്ഷൻ എഴുതണമെങ്കിൽ ഇവിടുത്തെ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റുകളൊക്കെ ആരാണ്? ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ നോക്കാം. സോ ദ ഫോളോയിങ് കോൺസെൻട്രേഷൻസ് വെയർ ഒബ്റ്റെയിൻഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് അമോണിയ. അമോണിയയുടെ ഫോർമേഷൻ ആണ് ഫ്രം N2 and H2 at equilibrium. നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ അവർ കമ്പൈൻ ചെയ്ത് അമോണിയ ഫോം ചെയ്യുന്ന റിയാക്ഷൻ. ആ റിയാക്ഷനാണ്, ആ റിവേഴ്സിബിൾ റിയാക്ഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് N2 plus 3H2 gives 2NH3. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പം ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എഴുതുമ്പം ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോവും. സോ ഹിയർ ദ ഇക്വേഷൻ ഈസ് N2 plus 3H2 gives
2NH3. ഇനി എങ്ങനെ നമുക്ക് ഇവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ റെപ്രസെന്റ് ചെയ്യാം? Kc is equal to molar concentration of the product raised to some power divided by the molar concentration of the reactant raised to power. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് അമോണിയയാണ്. സോ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 റേസ്ഡ് ടു ദ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. ഇവിടെ അമോണിയയുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ ഓഫ് മോൾസിനെയാണ് നമ്മൾ അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ നമ്മളിവിടെ പവർ ആയിട്ട് എഴുതുക. ഡിവൈഡഡ് ബൈ ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2 റേസ്ഡ് ടു പവർ 3. ഇവിടെ നൈട്രജൻ്റെ കേസിൽ ഇവിടെ 1 ആണ്. അതുപോലെ ഹൈഡ്രജൻ്റെ കേസിൽ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മോളാർ കോൺസെൻട്രേഷൻ ആ ഓരോന്നിൻ്റെയും നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും അമോണിയയുടെയും ഒക്കെ മോളാർ കോൺസെൻട്രേഷൻ നമുക്കവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് ഫൈനലി നമുക്ക് Kcയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സോ Kc ഈസ് ഈക്വൽ ടു 1.2 ഇൻറ്റു 10 raised to minus 2 divided by 1.5 into 10 raised to minus 2 into 3.0 into 10 raised to minus 2, which is equal to 0.106 into 10 raised to 4. Or we can say that 1.06 into 10 raised to 3 ആണ് അവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ പവർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് ഡെസിമൽ മാറ്റിയിട്ടിരിക്കുന്നത്.